വന്ന സൗണ്ട് സിസ്റ്റം മാറിയിട്ടുണ്ട്. ഇപ്പോൾ 6 സ്പീക്കേഴ്സ് വരുന്നതാണ്. അങ്ങനെ നമ്മുടെ യൂട്യൂബ് റിവ്യൂവിൻ്റെ അകത്ത് നമ്മൾ സൗണ്ട് ട്യൂണിങ് കൊണ്ടുവരികയാണ്. 10 ലക്ഷത്തിൻ്റെ താഴെ ADAS ലെവൽ 2 സപ്പോർട്ട് ചെയ്യുന്നൊരു വാഹനമാണ്. പുതിയ അമേസ് 2024 അകത്ത് വന്ന നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് ഈ ഒരു കീ ഫോബ് വെച്ചിട്ട് തന്നെ ഈ ഒരു വാഹനത്തിന് എൻജിൻ സ്റ്റാർട്ടും അതുപോലെ സ്റ്റോപ്പും ചെയ്യാം. വണ്ടി ഭയങ്കര സ്മൂത്താണ് അൺഡൗട്ടഡ്ലി. എവിടെയൊക്കെ നമുക്ക് സിറ്റിയുടെ ചെറിയൊരു ഫീൽ കിട്ടും. ശരിക്കും നമുക്ക് സിറ്റി ലൈറ്റ് എന്നൊക്കെ പറയാം. ഇന്നത്തേക്ക് കൃത്യം ഒരു മാസം മുമ്പാണ് മാരുതി ഡിസയർ 2024 സെയിം ഗോവയിൽ ഞാൻ റിവ്യൂ ചെയ്ത്. കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ സെയിം സെഗ്മെൻറ്റിൽ വേറൊരു വാഹനം കിട്ടിയിരിക്കുകയാണ്. അതാണ് ഹോണ്ട അമേസ് 2024. സോ ഈ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് നിങ്ങൾ ഓൾ തിങ്സ് ഹോട്ടലിൽ നോക്കാൻ പോണേ. ആദ്യം വരുന്ന ചോദ്യം, ഡിസയർ വാങ്ങണോ അല്ല അമേസ് വാങ്ങണോ? ഉറപ്പായിട്ട് റിവ്യൂ ഫുള്ളായി കാണാം. നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം 100% ഞാൻ നൽകും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ഹോണ്ട ഇന്ത്യ പറയുന്നത് ഇത് അവരുടെ 3rd ജനറേഷൻ ഓഫ് അമേസ് ആണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫേസ് ലിഫ്റ്റഡ് അമേസ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ വന്ന മേജറായിട്ടുള്ള മാറ്റങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ റിയറിലാണ്. ഉറപ്പായിട്ടും ഒരു കമ്പാരിസൺ ഡിസയറുമായിട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഡിസയറിൻ്റെ അകത്ത് പാനൽ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ അകത്ത് പാനൽ ചേഞ്ചസ് വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഇതൊരു ജനറേഷൻ ചേഞ്ചിനെക്കാളും ഒരു ഫേസ് ലിഫ്റ്റഡ് അമേസ് നമുക്ക് പറയാം. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫേസ്, ഏറ്റവും വലിയൊരു മാറ്റം ഇതിൻ്റെ ഗ്രില്ല്. ഇപ്പോൾ എവിടെയൊക്കെ നമുക്ക് എലിവേറ്റുമായിട്ട് കുറച്ചും കൂടി റിസംബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എലിവേറ്റിൻ്റെ ഗ്രില്ല് കുറച്ചുകൂടി സ്ക്വയറിഷ് ആണെങ്കിൽ ഇതൊരു ഹെക്സഗണൽ ഷേപ്പാണ്. പക്ഷേ ഈ ഒരു വാഹനം സെഡാനാണ്. അപ്പോൾ സെഡാനിന് ഇത്രയും വലിയൊരു ഗ്രില്ല് വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കുറച്ചും കൂടി ചെറുതായിരുന്നെങ്കിൽ ഈ വാഹനത്തിൽ കുറച്ചും കൂടി ഭംഗി നൽകിയേനെ. അതുപോലെ തന്നെ ഹോണ്ടയുടെ മിക്ക വാഹനങ്ങളിലും കാണുന്ന പോലെ തന്നെ ഒരു ക്രോമിൻ്റെ സ്ട്രിപ്പ് ഉണ്ട്. ആ സ്ട്രിപ്പിൻ്റെ വലിപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് ആ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫീലില്ല. ഹെഡ് ലാമ്പ്സിൻ്റെ അകത്ത് മാറ്റം കാണാൻ സാധിക്കും, കുറച്ചും കൂടി സ്ലീക്ക് ആയിട്ടുണ്ട്. അതുമാത്രമല്ല അതിനകത്ത് ട്രൈ ബീം LED ആണ്. ട്രൈ ബീം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അകത്ത് DRL, ഹൈ ബീം അതുപോലെ ലോ ബീം എല്ലാം ഈ ഒരു ഹെഡ് ലൈറ്റ്സിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ്. അതുമാത്രമല്ല ഇവിടെ വലിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നില്ല, കുറച്ചും കൂടി സ്ക്വയറിഷാണ്. ഒരു ഫോഗ് ലാമ്പ് കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. താഴെ ബമ്പറിൻ്റെ താഴത്തെ സ്കഫിലൊന്നും വലിയ മാറ്റങ്ങളില്ല. ഇവിടെ ഒരു വെർട്ടിക്കൽ ലൂവേഴ്സ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസ്. അതുപോലെ തന്നെ ബോണറ്റിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ 2 മേജർ ക്രീസസ് ഉണ്ട്. ബോണറ്റിൻ്റെ അകത്ത് വല്ല ചേഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യം ഞാനത് തുറന്നിട്ട് പറയാം. അപ്പോൾ നമുക്ക് ബോണറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ആക്ച്വലി ഇതിനകത്ത് വെയിറ്റിൽ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോണ്ടയുടെ ഇൻഹൗസ് ടെസ്റ്റിലെ ഒരു വാഹനത്തിന് സ്കോറിംഗ് കൂടും എന്നാണ് ഹോണ്ട അവകാശപ്പെടുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ഈ ഒരു ഭാഗത്തൊക്കെ കോസ്റ്റ് കട്ടിങ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു സൗണ്ട് ഇൻസുലേഷൻ്റെ ഒക്കെ സംഭവം നമുക്ക് മിസ്സിംഗ് ആണ്. അപ്പോൾ ഹോണ്ടയുടെ IVTEC എഞ്ചിനാണ്. അതിൻ്റെ അകത്ത് ഒരു മാറ്റമില്ല. 4 സിലിണ്ടർ എഞ്ചിനാണ്. 89 bhp അതുപോലെ 110 Nm ഓഫ് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവർ നല്ല രീതിക്ക് ആ ഒരു ഇൻസുലേഷൻ മിസ് ചെയ്തെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഇൻസുലേഷൻ കാണാൻ സാധിക്കും. സോ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെ NVH ലെവൽസിൽ മേജറായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ടെന്നൊക്കെ ഉറപ്പായിട്ടും നമ്മൾ ചെക്ക് ചെയ്യും. സോ ഇത് ക്ലോസ് ചെയ്യാം. അമേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 10 ലക്ഷത്തിൻ്റെ താഴെ ADAS ലെവൽ 2 സപ്പോർട്ട് ചെയ്യുന്നൊരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹോണ്ട വാഹനങ്ങളുടെ പ്രത്യേകത വെച്ചാൽ അവർ വർക്ക് ചെയ്യുന്ന ADAS എല്ലാം റഡാർ ബേസ്ഡ് അല്ല, എല്ലാം ക്യാമറ ബേസ്ഡ് ആണ്. സോ നമുക്ക് ഇതിൻ്റെ വിൻഷീൽഡിൽ ആ ഒരു ക്യാമറ കാണാൻ സാധിക്കും. ഇതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ഒന്ന് വന്നിട്ട് കോസ്റ്റ് എഫക്റ്റീവാണ്. അതുമാത്രമല്ല അക്യൂറസിയുടെ കേസിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് വിൻഷീൽഡിൻ്റെ മുകളിൽ മഞ്ഞ് കാലത്തൊക്കെ അത് അങ്ങനെ പ്രോപ്പർലി വർക്ക് ചെയ്യില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. സോ നമുക്കതും ടെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് സൈഡിലേക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വാഹനത്തിനകത്ത് പാനലിൽ ചേഞ്ചസ് വന്നിട്ടില്ല. സോ ഇതുവരെ മാത്രമേ നമുക്ക് മാറ്റം ഫീൽ ചെയ്യുള്ളൂ. അതിനുശേഷം ഈ ഒരു ഭാഗമൊക്കെ പഴയ, അത് ജനറേഷൻ 2 എന്ന് ഇവർ പറയുന്ന അമേസിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെയാണ്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 15 ഇഞ്ചാണ്. അലോയിൻ്റെ പാറ്റേണിൽ ചെറിയൊരു മാറ്റം വന്നിട്ട് എവിടെയൊക്കെ ഹോണ്ട സിറ്റിയുടെ അലോയിൻ്റെ ഒരു ഫീൽ ഇത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ORVMൻ്റെ പ്ലേസ്മെൻറ്റിൽ മാറ്റമുണ്ട്. കാരണം നമ്മളിതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അവിടെ ഡിസയർ വരും. ഡിസയറിനൊക്കെ ഈ ഭാഗത്താണ് ഫേസ് ചെയ്ത് കുറച്ചെടുത്ത് മാറ്റി ഡോറിൽ വെക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് നല്ല രീതിക്കുള്ള വിസിബിലിറ്റി ആയിരിക്കും. പ്രത്യേകിച്ച് ബ്ലൈൻഡ് സ്പോട്ട്സ് ഇതിന് നല്ല രീതിക്ക് കുറയ്ക്കാൻ സാധിക്കും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഞാൻ പറഞ്ഞു ഈ ഒരു ഭാഗത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഭാഗത്തിൻ്റെ വീൽ ബേസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്ന 2470 mm ആണ്. അത് ഡിസയറിനെക്കാട്ടിലും കൂടുതലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിൽ വണ്ടി ഓടിക്കുമ്പോൾ 5 പേരിരുന്ന് പോകുമ്പോൾ ഉറപ്പായിട്ടും അടി തട്ടുന്ന ഇഷ്യൂ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. കാരണം ഈ വാഹനത്തിനാണ് ഇഫ് കമ്പയർഡ് ടു ഡിസയർ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ. കൃത്യമായി നോക്കുകയാണെങ്കിൽ 172 mm ആണ്. ഡിസയറിൻ്റെ കേസിൽ അതൊരു 163 ഉള്ളൂ. സോ ഏകദേശം ഒരു 10 mm വ്യത്യാസമുണ്ട്. ഈ ഒരു ഭാഗത്തൊന്നും മേജറായിട്ടുള്ള മാറ്റമല്ല. ഷാർക്ക് ഫിൻ ആൻറ്റന കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് റിയറിലേക്ക് പോകാം. ഫ്രണ്ടത്തെ ഗ്രില്ല് കാണുമ്പോൾ നമുക്ക് എവിടെയൊക്കെ എലിവേറ്റിന് ഓർമ്മ വരുന്ന പോലെ തന്നെ ഈ വാഹനത്തിൻ്റെ റിയറിൽ ഈ ഒരു ടെയിൽ ലാമ്പ് കാരണം തന്നെ ഹോണ്ട സിറ്റിയുമായിട്ട് കൂടുതൽ സാമ്യം തോന്നിക്കും. ഒരു 80%
റിസംബ്ലൻസ് ഉണ്ടെന്ന കാര്യം എനിക്ക് പറയാൻ പറ്റും. ഐവി ടെക്കിൻ്റെ ബാജിങ് ഉണ്ട്, അമേസിൻ്റെ ബാജിങ് ഉണ്ട്, ഹോണ്ടയുടെ ലോഗോ ഉണ്ട്, താഴെ നമുക്കൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ക്യാമറ കേസ് പറയുമ്പോൾ എടുത്ത് പറയേണ്ട കേസ് ഉറപ്പായിട്ടും കമ്പാരിസൺ വരും. അപ്പോൾ ഡിസയറിൻ്റെ അകത്ത് 360 ഡിഗ്രി ക്യാമറ ഉണ്ട്, ഇതിനകത്ത് 360 ഡിഗ്രി ക്യാമറ ഇല്ല. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് ലെയിൻ വാച്ച് ക്യാമറ ഉണ്ട്. ഞാൻ ആക്ച്വലി ഇവിടെ പറഞ്ഞപ്പോൾ അത് പറയാൻ മറന്നു, കാരണം എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള അത് ആക്ച്വലി ഭയങ്കര എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇൻഡിക്കേറ്റർ എടുത്തിരിക്കുന്ന നേരത്ത് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മാറ്റം വരുത്താമായിരുന്നു, ഇവിടെ നിന്ന് ഒരു മാറ്റമില്ല. Gen 2 എന്ന് പറയുന്ന ആ ഒരു അമേസിൻ്റെ സെയിം ബമ്പറാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം ഇനി ബൂട്ട് സ്പേസ് എത്ര ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് ലിറ്ററിൽ നോക്കുകയാണെങ്കിൽ 416 ലിറ്ററാണ്. കമ്പനി പറയുന്നത് ഒരു 5 സൂട്ട് കേസ് സുഖമായിട്ട് ക്യാബിൻ സൂട്ട് കേസ് കൊണ്ട് നടക്കാം. ഒരു ചെറിയൊരു ഫാമിലിക്ക് നല്ലൊരു ബൂട്ട് സ്പേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് മാത്രമല്ല ഇനി ഡിസയർ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഈ ഒരു ഭാഗത്തൊക്കെ ഇൻസുലേഷൻ വന്നിട്ടുണ്ട്, അവിടെയൊക്കെ മെറ്റൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡിസയറിൻ്റെ റിവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ ഓൾ തിങ്സ് ഓട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ ഒരു ലിങ്ക് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. സ്പെയർ ടയറിൻ്റെ കേസും കൂടി ഒന്ന് നോക്കിയേക്കാം. ഡൗൺ സൈസ്ഡ് ആണ്, അപ്പോൾ അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 14 ഇഞ്ചസ് ആണ്. സോ ഇതായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് നോക്കാം ഇൻറ്റീരിയേഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ അമേസിൽ വന്നിട്ടുള്ളത്. പുതിയ അമേസിൻ്റെ ഇൻറ്റീരിയറിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇതിനകത്ത് അമേസിൻ്റെ പാർട്സിനെക്കാട്ടിലും കൂടുതൽ പാർട്സ് നമ്മൾ വേറെ വാഹനങ്ങളുടെ ഫീൽ ചെയ്യും, പ്രത്യേകിച്ച് എലിവേറ്റും അതുപോലെ സിറ്റിയുടെ. അത് കാരണം തന്നെയാണ് കമ്പനി പറയുന്ന ആ ഒരു പ്രീമിയം ഫീൽ വന്നിട്ടുള്ളത്. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദി സ്റ്റിയറിംഗ്. അപ്പോൾ സ്റ്റിയറിംഗ് പ്രോപ്പറായിട്ട് ഹോണ്ട സിറ്റിയുടെ സ്റ്റിയറിംഗ് ആണ്. നല്ല കാര്യമാണ്, കാരണം പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്, വോളിയം ബ്രോക്കേഴ്സ്, ഹോം ബട്ടൺ, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ എഡാസിൻ്റെ കൺട്രോൾസ് ഉണ്ട്. മിസ് ഔട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് ലെതർ റാപ്പിംഗ് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഹോണ്ട സിറ്റിയുടെ കൺട്രോൾ സി കൺട്രോൾ വി ആണ്. അതേ സെയിം സംഭവമാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമ്മൾ ഹോണ്ട സിറ്റിയിൽ കണ്ടിട്ടുണ്ട്. ഒരു സൈഡിൽ അനലോഗും ഒരു സൈഡിൽ ഡിജിറ്റലാണ്. നമുക്ക് വേണ്ട എല്ലാ ഇൻഫോർമേഷൻസും ക്ലീനാണ്, ക്ലിയറാണ്. 10 out of 10 എൻ്റെ ഒരു സ്കോറിംഗ് അനുസരിച്ച്. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഈ പാനലൊക്കെ എലിവേറ്റ് എന്ന് കടം കൊണ്ടതാണ്. അപ്പോൾ എലിവേറ്റിൻ്റെ ഒരു പ്രീമിയംനെസ് ഈ ഒരു AC വെൻസിൽ കാണാൻ സാധിക്കും. ടോഗിൾ ബാസ് ഉണ്ട്, കുറച്ചും കൂടി മാനുവൽ AC ആണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക, അത് തന്നെയാണ് അകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനും എലിവേറ്റിൻ്റെയാണ്. അവിടെ നമുക്ക് വയർലെസ്ലി ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. USB-A ആണ് വന്നിട്ടുള്ളത്. ആക്ച്വലി ഇത് ജനറേഷൻ 3 മാറ്റുമ്പോൾ ഇവിടെ C കൊടുക്കായിരുന്നു, പക്ഷേ ഈ ഒരു പാനൽ എലിവേറ്റഡ് ആയതുകൊണ്ട് ആ ഒരു സെയിം സംഭവം. അത് മാത്രമല്ല ഇതൊരു നല്ലൊരു ഫീച്ചറാണ്, കാരണം നമ്മൾ എപ്പോഴും മിക്ക വാഹനങ്ങളുടെ അകത്ത് നമ്മൾ വയർലെസ് ചാർജർ ഉപയോഗിക്കുമ്പോൾ അത് ഫുൾ ടൈം ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് പോലും അത് ചാർജ് ആവും. ഇതിനകത്ത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഇതും എലിവേറ്റിലെ സെയിം ഫീലാണ്. ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഹോണ്ട എലിവേറ്റ് അല്ലെങ്കിൽ ഹോണ്ട സിറ്റിയുടെ ഞാൻ വിളിക്കുന്ന CVT ട്രാൻസ്മിഷനുള്ള ഒരു വാഹനമാണ്. സോ സെയിം ഒരു പാനൽ കാണാൻ പറ്റും. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഹാൻഡ് ബ്രേക്കും നമുക്ക് ഹോണ്ട സിറ്റിയുടെ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയാണ് സിറ്റി അതുപോലെ തന്നെ എലിവേറ്റിൻ്റെ കുറേയേറെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇതിൻ്റെ അകത്ത് പുതിയ അമേസിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഡാഷ്ബോർഡ്, ആക്ച്വലി ഡാഷ്ബോർഡിൻ്റെ അടുത്തുള്ളൊരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ വിസിബിലിറ്റി കുറച്ചും കൂടി ക്ലിയർ ആണ്. പക്ഷേ ഈ ഒരു മെറ്റീരിയൽസിലൊക്കെ നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ഫീൽ ചെയ്യാമായിരുന്നു. പ്രത്യേകിച്ച് ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഈ ഒരു ഏരിയയിലാണ് അവർ പറയുന്ന പ്രീമിയം ഫീൽ വന്നിട്ടുണ്ടെന്ന്, പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് ഫീലാണ്. ACയുടെ വെൻസ് ഷോർട്ടാണ്, പക്ഷേ യൂസബിലിറ്റിയിലൊന്നും ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി സീറ്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സീറ്റ്സ് ഇഫ് കമ്പയർ ടു സിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വീതി ബൂസ്റ്റേഴ്സൊക്കെ കുറവാണ്. പക്ഷേ കംഫർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആണെന്നുള്ള കേസിൽ ഒരു സംശയമില്ല. എഡാസിൻ്റെ ആ ഒരു പാനൽ കാണാൻ സാധിക്കും, കാരണം അത് എഡാസ് വർക്ക് ചെയ്യുന്നത് ക്യാമറയിലാണ്, അല്ലാതെ റഡാറിലല്ല. ഇവിടെ നമുക്ക് IRVM കാണാൻ സാധിക്കും, അത് ഓട്ടോ അല്ല. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഫസ്റ്റ് റോയിൽ വന്ന മാറ്റം. ഇനി ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് ഇപ്പോൾ 8 ഇഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ എവിടെയും നമുക്ക് എലിവേറ്റിൻ്റെ ഫീലില്ല, അതുപോലെ സിറ്റിയുടെ ഫീലില്ല. കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ക്യൂട്ടാണ്. അത് മാത്രമല്ല അത് വന്ന സൗണ്ട് സിസ്റ്റം മാറിയിട്ടുണ്ട്. ഇപ്പോൾ 6 സ്പീക്കേഴ്സ് വരുന്നതാണ്. അങ്ങനെ നമ്മുടെ യൂട്യൂബ് റിവ്യൂവിൻ്റെ അകത്ത് നമ്മൾ സൗണ്ട് ട്യൂണിങ് കൊണ്ടുവരാണ് ഏറ്റവും ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമാണ്. സോ അമേസിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് ആൽപൈൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. അതിൻ്റെ സ്പീക്കർ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 സ്പീക്കേഴ്സ് ഇതിൻ്റെ ഡോർ പാഡിലും അതുപോലെ 2 ട്വീറ്റേഴ്സ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ട്യൂൺ ചെയ്യാം? ആദ്യം തന്നെ നമ്മുടെ OSലാണ്, ഇപ്പോൾ iOS ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് DA റിമോട്ട് 2 നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതിന് ശേഷം ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ എല്ലാം ഇതിൻ്റെ അകത്താണ്. ഞാനിത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് വരുന്ന വിൻഡോ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന പേജ് ഇതായിരിക്കും. ഇവിടെ നമുക്ക് ഇതിൻ്റെ സോഴ്സ് മാറ്റാനോ അതുപോലെ വോളിയം കൂട്ടും കുറയ്ക്കും ചെയ്യുക. അതിനുശേഷം അടുത്തേക്ക് പോവുക. ഇവിടെയാണ് സെറ്റിങ്സ് വരുന്നത്. അപ്പോൾ ബേസിക് സൗണ്ട് സെറ്റിങ്സിനകത്ത് ഇതിനകത്ത് റിയർ 3 വെക്കുക, ബേസ് ലൈൻ -1 അതുപോലെ ട്രബിൾ +1 വെക്കുക. അതിനുശേഷം ഈ ഒരു പേജിനകത്ത് കസ്റ്റം ക്ലിക്ക് ചെയ്യുക.
അപ്പോഴാണ് നമുക്ക് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഈ ഒരു നമ്പർ നോട്ട് ചെയ്യാൻ ഞാനിതിപ്പോൾ ആക്ച്വലി സൗണ്ട് ട്യൂൺ ചെയ്തൊരു വാഹനമാണ്. അതായത് ഇതിൻ്റെ അകത്ത് 744223 അതായത് ഈ വാഹനത്തിൻ്റെ ലോ എൻഡ് 7ഉം അതുപോലെ ഹൈ എൻഡ് 9 ആണ്. അതിൻ്റെ ഇടയ്ക്കുള്ള സെറ്റിങ്സ് ഇതേപോലെ കീപ്പ് ചെയ്യുക. ഇങ്ങനെ കീപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അമേസ് 2024 അകത്ത് പാട്ട് കേട്ട് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റം കാണാൻ സാധിക്കും. ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു സെറ്റിങ്സ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ യൂസബിലിറ്റിയും അതുപോലെ തന്നെ റിഫ്ലക്ഷൻസ് ഒക്കെ നോക്കാം. ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഹാൻഡ് ഏരിയയിൽ കുറച്ചും കൂടി പ്രീമിയം ആക്കാനായിട്ട് അവർ ലെതറിൻ്റെ ഇൻസേർട്ടല്ല വന്നത്, പക്ഷേ ഒരു ക്ലോത്തിൻ്റെ ഇൻസേർട്ടാണ്. പക്ഷേ ഫ്യൂച്ചറിൽ അത് പെട്ടെന്ന് ചളിയാവും അല്ലെങ്കിൽ കീറുന്നൊരു ഫീലുണ്ട്. എനിക്കൊരു ക്വാളിറ്റി ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. എർഗണോമിക്സിൻ്റെ കേസിൽ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല, എല്ലാം പ്രോപ്പറാണ്. സോ നമുക്കിനി ഇത് മാത്രമേ സെക്കൻഡ് റോ കൂടി ചെക്ക് ചെയ്യാം. സബ് കോമ്പാക്റ്റ് സെഡാൻ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഫാമിലി കാറാണ്. മിക്ക ആളുകളും 5 സീറ്റർ അല്ലെങ്കിൽ 4 സീറ്റർ രീതിക്കാണ് ഉപയോഗിക്കുക. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പേസാണ് ഇതിൻ്റെ സെക്കൻഡ് റോ. സോ ഈ ഒരു വാഹനത്തിനകത്ത് സെക്കൻഡ് റോയിൽ എത്രത്തോളം ഹോണ്ട സിറ്റിയുടെ എലമെൻറ്റ്സ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷനാണ്. ഞാൻ മാക്സിമം ബാക്കിലിട്ടിലാണ് വണ്ടി ഓടിച്ചത്. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കാലുകൾ എവിടെയും തട്ടുന്നില്ല. എനിക്ക് കാല് താഴെ ഇങ്ങനെ കയറ്റി വെക്കാൻ പറ്റും. അണ്ടർ തൈ സപ്പോർട്ടും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇതൊരു സബ് കോമ്പാക്ട് കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് ഇതെല്ലാം ഈ വാഹനത്തിന് ആഡ് ഓൺ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇതിന് മുമ്പത്തെ ജനറേഷൻ വാഹനത്തിനകത്ത് AC വെൻസ് റിയറിലുണ്ടായിരുന്നില്ല. സോ AC വെൻസ് വന്നു. അതും ഹോണ്ട സിറ്റിയുടെ ഫീൽ നൽകുന്നുണ്ട്. താഴെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. ജെൻ മാറുമ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ മാറിയിട്ട് അവിടെ USB-C വരണമായിരുന്നു. അതൊന്നും വന്നിട്ടില്ല. സോ കംപ്ലയിൻസ് ഇല്ല. പക്ഷേ ആക്ച്വലി ഇതൊരു യൂസബിലിറ്റി ഫീച്ചറാണ്. ഈ ഒരു ഏരിയയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ല. നോർമലി കംഫർട്ടബിളി നമുക്ക് ഇരിക്കാൻ സാധിക്കും. സീറ്റിനകത്ത് ഹെഡ് റെസ്റ്റ് വന്നിട്ട് ഇതിന് മുമ്പത്തെ ജനറേഷൻ ഹെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. സോ 3 പേർക്ക് ഹെഡ് റെസ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ ഈ ഒരു ലംപ്പ് ഉണ്ട് താഴത്തുള്ളൊരു ഭാഗം, അത് വളരെയേറെ കുറവായതുകൊണ്ട് മൂന്നാമത്തെ ആൾക്ക് ഈവൻ ഇത് കുറച്ച് തള്ളി നിൽക്കുകയാണെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്. അത് മാത്രമല്ല എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രത്യേകിച്ച് ഹോണ്ട സിറ്റിയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഇരുന്ന് യാത്ര ചെയ്തുമ്പോൾ നമ്മൾ ഒരു 3 പേരിൻ്റെ കൂടെ തന്നെ ഒരാളെ പെട്ടെന്ന് ആഡ് ഓൺ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുക ചെയ്യുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് ആ ഒരു പ്ലാസ്റ്റിക് ഇടിക്കില്ല. സോ ആ ഒരു സെയിം സംഭവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വാഹനം സേഫറാണ്. ഏത് വേർഷൻ എടുത്താലും നമുക്ക് 6 എയർ ബാഗ് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടെ നമുക്ക് കേർട്ടൺ എയർ ബാഗ്സും ഉണ്ട്. ഇനി മിസ് ഔട്ട് ചെയ്ത സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ വാഹനത്തിനകത്ത് മിക്ക ആൾക്കും വേണ്ട ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഫാമിലിയിലൊരു വാഹനം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡിസിഷൻ വേണോ വേണ്ടതെന്നൊക്കെ വെക്കുന്നത് സൺറൂഫാണ്. സോ കോമ്പറ്റീറ്ററിൽ സൺറൂഫ് ഉണ്ട്. സോ ഇതിനകത്ത് സൺറൂഫ് വരുന്നില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ സൺറൂഫ് ആക്ച്വലി ഒരു പ്രാക്ടിക്കൽ ഒരു സംഭവമല്ല. കാരണം എന്താ വെച്ചാൽ സൺറൂഫ് വരുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ AC-ക്ക് നല്ല രീതിക്ക് വർക്ക് ചെയ്യേണ്ടി വരും. സോ ആ ഒരു സംഭവമില്ല. എനിക്ക് തോന്നുന്നു സൺറൂഫിനെ അവോയ്ഡ് ചെയ്തിട്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് ആഡ് ചെയ്തതാണ് എനിക്ക് ഈ വാഹനത്തിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ഉറപ്പായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പുതിയ അമേസ് 2024 വന്ന നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് ഈ ഒരു കീ ഫോബ് വെച്ചിട്ട് തന്നെ ഈ ഒരു വാഹനത്തിന് എൻജിൻ സ്റ്റാർട്ടും അതുപോലെ സ്റ്റോപ്പും ചെയ്യാം. കമ്പനി പറയുന്നത് വെച്ചാൽ വാഹനത്തിൽ ആദ്യം നമ്മൾ ലോക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ബട്ടൺ അമർത്തി പിടിക്കുക 3 സെക്കൻഡിലേക്ക്. ഞാൻ അമർത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ചാൽ ഈ ഒരു വാഹനം ഇടയ്ക്ക് സ്റ്റാർട്ടാവും, ഇടയ്ക്ക് സ്റ്റാർട്ടാവില്ല. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആവാനേക്കാളും കൂടുതൽ സ്റ്റാർട്ട് ആവാതിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നത്. അപ്പോൾ മേ ബി ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ECU ഇങ്ങനെ ട്യൂൺഡായിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് കേടുവരുത്താതിരിക്കാൻ. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വാഹനം എപ്പോഴെങ്കിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് ചെക്ക് ചെയ്യുക. ഫ്രീക്വൻ്റ്ലി ഇത് സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്നുള്ള കേസും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് താഴെ കോമെൻറ്റ് ഡ്രോപ്പ് ചെയ്യുക. നോർമലി നല്ലൊരു ഫീച്ചറാണ്. ഒന്നുകൂടി ഞാൻ ട്രൈ ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ലോക്ക് ചെയ്തു, അൺലോക്ക് ചെയ്തു, വീണ്ടും ഞാൻ ലോക്ക് ചെയ്തു. ഈ ഒരു ബട്ടൺ ഞാൻ വീണ്ടും അമർത്തി പിടിച്ചു. സ്റ്റാർട്ടായില്ല. അങ്ങനെ നമ്മൾ പുതിയ അമേസ് ഡ്രൈവിനെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ പ്രസൻറ്റേഷൻ്റെ അകത്ത് പേപ്പേഴ്സിൽ വലിയ വലിയ മാറ്റങ്ങളാണ് അവർ പറയുന്നത്. കാരണം എനിക്കറിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ എഞ്ചിനിലെ മാറ്റമില്ല, BHPയിലെ മാറ്റമില്ല, അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടോർക്കിൻ്റെ അകത്ത് മാറ്റമില്ല. പക്ഷേ ഇന്നലത്തെ സ്ലൈഡിൽ നല്ല രീതിക്ക് മാറ്റങ്ങളുണ്ടായിരുന്നു. അവർ പറയുന്നത് വെച്ചാൽ വാഹനത്തിനകത്ത് കുറച്ചുകൂടി റിഫൈൻമെൻറ്റ് കൂടിയിട്ടുണ്ട്. അതുപോലെ NVH ലെവൽസിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇഫ് കമ്പയർഡ് ടു Gen 2. അപ്പോൾ അത് നമുക്കിവിടെ ആദ്യം നോക്കാം.
അപ്പോൾ ഈ ഹോണ്ട അമേസിൻ്റെ ഞാൻ ഓടിക്കുന്ന CVT വേർഷനാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ടി ഞാനിപ്പോൾ ഭയങ്കര ലീനിയറായിട്ട് ഓടിക്കുന്നത്, അതായത് ഒരു 40, 50, 60 ഒക്കെ ഇങ്ങനെ ഭയങ്കര കൂളായിട്ട് ഓടിക്കുകയാണെങ്കിൽ വണ്ടി ഭയങ്കര സ്മൂത്താണ്. അൺഡൗട്ടഡ്ലി എവിടെയൊക്കെ നമുക്ക് സിറ്റിയുടെ ചെറിയൊരു ഫീൽ കിട്ടും. ശരിക്കും നമുക്ക് സിറ്റി ലൈറ്റ് എന്നൊക്കെ പറയാം. പക്ഷേ ഞാൻ എപ്പോഴാണ് ഇതിനെ ഫുട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ തനി നിറം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആക്ച്വലി വണ്ടിക്ക് ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യില്ല, പക്ഷേ നല്ല രീതിക്കുള്ള സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി ബോണറ്റ് തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ ഇൻസുലേഷനിൽ കുറവുണ്ട്. അവരെന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്തിൽ ഡക്റ്റിങ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്, പക്ഷേ ആ ഒരു ബോണറ്റിൻ്റെ മുകളിൽ ആ ഒരു നോയ്സ് കളയാനുള്ള സംഭവങ്ങൾ ചെയ്തിട്ടില്ല. അത് കാരണം തന്നെ നമുക്ക് വാഹനം പുഷ് ചെയ്ത് ഓടിക്കുമ്പോൾ ആ ഒരു എൻജിൻ്റെ ആ ഒരു ഗ്രണ്ട് അകത്ത് കേൾക്കാൻ സാധിക്കും. അല്ലാത്ത കേസിൽ കൂളായിട്ട് ഓടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു എൻജിനാണ്. സോ ഇതാണ് എൻജിൻ്റെ ഒരു ഭാഗം. സോ നമ്പേഴ്സിൻ്റെ കേസിൽ വലിയ മാറ്റമല്ല. 89 PS അതുപോലെ 110 Nm ടോർക്ക് നൽകുന്ന 1.2 IV-Tech എൻജിനാണ്. എൻജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എൻജിനാണ്. അത് മാത്രമല്ല ഈ ഒരു എൻജിനെ നമുക്ക് വേണമെങ്കിൽ 10 വർഷം വരെയുള്ള വാറൻറ്റി കമ്പനി പ്രൊവൈഡ് ചെയ്യും. സോ ആ ഭാഗത്ത് ടെൻഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് വന്ന മാറ്റങ്ങൾ നോക്കാം. അപ്പോൾ എനിക്ക് ഈ വാഹനം ഓടിച്ചപ്പോൾ ആദ്യം ഫീൽ ചെയ്തത് ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ അകത്ത് നല്ലൊരു മാറ്റമുണ്ട്. ഈ വാഹനം ഓടിക്കുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഡിസയർ ഓർമ്മ വരും. കാരണം ഡിസയർ ഞാൻ ഒരു മാസം മുമ്പ് തന്നെയാണ് ഇതേ സെയിം സ്ഥലത്ത് ഓടിച്ചത്. സോ ഡിസയറിനെക്കാട്ടിലും എനിക്ക് വാഹനത്തിൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടി ബംപ്സ് അബ്സോർവ് ചെയ്യുന്നൊരു ഫീലാണ്. അതുമാത്രമല്ല ഈ ഒരു സസ്പെൻഷൻ്റെ ഒരു സൗണ്ട് ഉണ്ട് നോർമലി നമ്മൾ കുഴിയിലൊക്കെ ചാടുമ്പോൾ, അതൊന്നും അകത്തേക്ക് വരുന്നില്ല. സോ ആ ഒരു സസ്പെൻഷൻ്റെ ഭാഗത്തുള്ള ആ ഒരു എൻഡിച്ച് ലെവലിൽ ഹോണ്ട നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സോ ഉറപ്പായിട്ടും അമേസിൻ്റെയാണ് നല്ല സസ്പെൻഷൻ ഇഫ് കമ്പയർ ടു ഡിസൈറിന് കുറച്ചും കൂടി ഒരു വോബ്ലിംഗ് നേച്ചർ കൂടുതലാണ്. ഇതിന് കുറച്ചും കൂടി ആ വോബ്ലിംഗ് നേച്ചർ കുറവാണ്. ഇനി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതിനകത്ത് വരുന്ന സ്റ്റിയറിംഗ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഹോണ്ട സിറ്റിയുടെ സെയിം സ്റ്റിയറിംഗ് ആണ്. എക്സെപ്റ്റ് ആ ഒരു ലെതർ കൊടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ ട്യൂണിങ് നന്നായിട്ട് ഇതിൻ്റെ മുമ്പത്തെ ജനറേഷൻ അമേസ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി നമുക്ക് രസകരമായിട്ട് ഫീൽ ചെയ്യും. കുറച്ചും കൂടി ഓൺ ട്രാക്ക് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. സോ ഇതും ഈ ഒരു മാത്രമകത്ത് നല്ല രീതിക്കുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇനി എടുത്തു പറയാനുള്ളത് വെച്ചാൽ കമ്പനി ഇന്നലത്തെ പ്രസൻറ്റേഷനിൽ പറഞ്ഞു നിങ്ങൾക്ക് വ്യൂബിലിറ്റി ആംഗിൾ, അപ്പോൾ ആക്ച്വലി ഇതിനാണ് വ്യൂബിലിറ്റി ആംഗിൾ എന്ന് പറയുക. ആ ഒരു ആംഗിൾ കുറച്ചും കൂടി വൈഡ് ആയിട്ടുണ്ട്. ആ വൈഡ് ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് നല്ല ക്ലീൻ ഒരു എന്താ പറയുക വ്യൂബിലിറ്റിയാണ്. പ്രത്യേകിച്ച് എല്ലാ ഭാഗവും നമുക്ക് ക്ലീനായിട്ട് കാണാൻ പറ്റും. ഈ ഒരു വാഹനത്തിൻ്റെ ബോണറ്റ് വരെ നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ അങ്ങനെ പറ്റിയില്ലെങ്കിൽ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാനുവലിയാണ്. സോ ഈ ആ ഒരു പറഞ്ഞ കേസിൽ എനിക്കൊരു ഡൗട്ടുമില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂബിലിറ്റിയിലൊരു വാഹനമാണ് പുതിയ അമേസ്. ഇനി ഞാൻ പറഞ്ഞാൽ ഓടിക്കുന്നത് IV-Tech വിത്ത് CVT ആണ്. സോ CVT നോർമലി നമുക്കറിയാൻ പറ്റും ആ ഒരു ഷിഫ്റ്റ്സ് ഒന്നും അറിയുന്ന കാര്യമല്ല. പക്ഷേ നമ്മളതിനെ പുഷ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് ആ ഒരു പ്രോബ്ലം വരും. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മാനുവൽ വേർഷനാണ്. പ്രൈസ് കുറവുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് IV-Tech ആയതുകൊണ്ട് നമുക്ക് ചെറിയ സ്പീഡിൽ വലിയ ഗിയർസിൽ ഓടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊക്കെയായിരുന്നു എനിക്ക് ഫസ്റ്റ് വന്നൊരു മാറ്റം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഡാഷ്ബോർഡിൻ്റെ വ്യൂബിലിറ്റി ആംഗിൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെർഫെക്റ്റ് ആണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇതും ഹോണ്ട സിറ്റിയുടെ സെയിം തന്നെയാണ്. ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞ റിഫ്ലക്ഷൻ ആംഗിൾസ് വരുമ്പോൾ എങ്ങനെയുണ്ട് ചെക്ക് ചെയ്യാമെന്ന്. അപ്പോൾ റിഫ്ലക്ഷൻസ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇത് ഡള്ളാവുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ബ്രൈറ്റ് കൂട്ടാൻ പറ്റും. പക്ഷേ ആ ബ്രൈറ്റ് കൂട്ടിയാലും നമുക്ക് ഇപ്പോൾ ഏകദേശം സമയം ഒരു 11 മണിയാണ്. ആ ഒരു സമയത്ത് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു സുഖം ഫീൽ ചെയ്യുന്നില്ല. കുറച്ചും കൂടി ബ്രൈറ്റ് ആവാമായിരുന്നു. സ്റ്റീരിയോ 6 സ്പീക്കർ സെറ്റപ്പാണ്. അതായത് 4 സ്പീക്കേഴ്സും 2 ട്വീറ്റേഴ്സും. സൗണ്ട് ട്യൂണിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിലുണ്ട്, കാണാം. AC കേസിൽ നോക്കുമ്പോൾ AC കുഴപ്പമില്ല. ഏകദേശം ഈ ഒരു സമയത്ത് നമുക്ക് പുറത്തുള്ള ടെമ്പറേച്ചർ നല്ല രീതിക്ക് ടെമ്പറേച്ചർ ഉണ്ടായിട്ട് പോലും നമുക്ക് അകത്ത് കൂളാക്കി വെക്കേണ്ടത്. സോ അവർ പറഞ്ഞ ഒരു 40% ഇൻക്രീസ് AC വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സീറ്റിൻ്റെ കേസിൽ വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല. കുറച്ചും കൂടി ഒരു ബ്രോഡർ ആയിട്ടുള്ള സീറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നല്ലതായിരുന്നു. പക്ഷേ നോ കംപ്ലയിൻസ് അവിടെയും. സസ്പെൻഷൻ നല്ലതാണ്. ആ ഒരു സീറ്റിൻ്റെ അബ്സോർപ്ഷൻ നല്ലതാണ്. അത് കുഷനിങ് നല്ലതാണ്. സോ നമുക്ക് അവിടെ എവിടെയും ഒരു പരാതി പറയാനായിട്ടില്ല. അപ്പോൾ നമ്മൾ ഹാൻഡ്ലിംഗ് കവർ ചെയ്തു, റൈഡ് കവർ ചെയ്തു, അതുപോലെ തന്നെ സസ്പെൻഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. അപ്പോൾ Gen 3 എന്ന് ഇതിനെ വിളിക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു പുതിയ അമേസിനെ ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ ഇതൊരു അപ്ഡേഷനാണ്. അത് Gen 2ൻ്റെ ഒരു അപ്ഡേഷൻ, അല്ലാതെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു Gen 3 എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഉറപ്പായിട്ടും കോമ്പറ്റീറ്റർ വെച്ച് നോക്കുമ്പോൾ കുറേയേറെ പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ള ഞാൻ ഒന്നൊന്നായിട്ട് പറയാം. എന്തായാലും ഒരു കമ്പാരിസൺ ഡിസയർ ആയിട്ട് വരും. അപ്പോൾ ഡിസയർ ആയിട്ട് വരുമ്പോൾ ഈ ഒരു മാത്രമല്ല കുറച്ച് USPs നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീലിൽ വലിയ മാറ്റമില്ല, ഹോണ്ട സിറ്റിയാണ്. പക്ഷേ അത് പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. CVT ട്രാൻസ്മിഷൻ ഒരു ആഡ് ഓൺ ആണ്. അത് മാത്രമല്ല ഇതിനകത്ത് ലെയിൻ കീപ്പ് ക്യാമറ ഉണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ക്ലസ്റ്റർ അഡാസിൻ്റെ ക്ലസ്റ്ററാണ്. അത് ആക്ച്വലി ഡിസയറിലില്ല. അപ്പോൾ 10 ലക്ഷത്തിന് താഴെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള എഡാസ് ലെവൽ 2 ഉള്ളൊരു വാഹനമാണത്. ആക്ച്വലി എഡാസ് ലെവൽ 2 ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിലത്തെ വണ്ടി സ്റ്റോപ്പ് ചെയ്തത് നിൽക്കും. പക്ഷേ അത് പോകുമ്പോൾ ഇത് പോകില്ല. സോ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഇല്ല, പക്ഷേ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്.
ചില സമയത്ത് ലെയിനൊക്കെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അല്ലാത്ത കേസിൽ വർക്ക് ചെയ്യില്ല. കാരണം റഡാറില്ല, ഇത് വർക്ക് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള ക്യാമറ ഇൻപുട്ടിലാണ്. ഇനി ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് സൺ റൂഫ്. ഈ വാഹനത്തിനകത്തില്ല. അപ്പോൾ സൺ റൂഫ് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമില്ലാത്ത കാരണം എന്താ വെച്ചാൽ ഈ ഒരു ചൂടത്ത് AC നല്ല രീതിക്ക് പെർഫോമൻസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ അത് വലിയൊരു കുറ്റമായിട്ട് ഞാൻ പറയില്ല. പക്ഷേ എന്തായാലും ഈ ഒരു IRVM അവർ ഓട്ടോ ആക്ച്വലി വെച്ചില്ല, ഇപ്പോഴും മാനുവലാണ്. അതും ഡിസയറും കംപ്ലീറ്റ്ലി സെയിം ടു സെയിം ആണ്. സോ ഇതാണ് ഒരു ചെറിയ ഒരു കമ്പാരിസൺ വിത്ത് ഡിസയർ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഓടിച്ചത് CVT ഗിയർ ബോക്സിലൊരു വാഹനമാണ്. ഉറപ്പായിട്ടും എൻ്റെ ഫേവറേറ്റ് മാനുവലാണ്. സോ നമുക്ക് മാനുവലിലേക്ക് സ്വിച്ച് ചെയ്യാം. അങ്ങനെ അമേസിൻ്റെ മാനുവലിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. 5 സ്പീഡ് മാനുവലാണ്. ഇതിന് ഏറ്റവും പ്രത്യേകത ഫസ്റ്റ് ഗിയറിൻ്റെ യൂസേജിന് വരുന്നില്ല, സെക്കൻഡിലിടുന്നു, സുഖമായിട്ട് നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും. സോ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു മാനുവൽ ഗിയറിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ ഈ വാഹനത്തിൻ്റെ 5th ഗിയറിൽ വിത്തൗട്ട് നോക്കിങ് പോകാൻ സാധിക്കും. സോ ഹോണ്ട സിറ്റി അതുപോലെ എലിവേറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അത് തന്നെയാണ് ഏറ്റവും USP. പ്രത്യേകിച്ച് നമ്മൾ ടൗൺ കണ്ടീഷൻസിലൊക്കെ ഈ വാഹനം ഓടിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ആക്ച്വലി ഫൺ ടു ഡ്രൈവ് കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാനുവൽ തന്നെയാണ്. പക്ഷേ യൂസബിലിറ്റിയുടെ കേസിൽ പ്രത്യേകിച്ച് ലേഡി ഡ്രൈവേഴ്സ് അതുപോലെ തന്നെ കുറച്ച് പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെ വാഹനം ഓടിക്കുമ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് CVT തന്നെയാണ്. ഇനി ഏകൊരു മാറ്റമുള്ളൂ, അതായത് CVT വെച്ച് നോക്കുമ്പോൾ മാനുവലിൽ കുറച്ചും കൂടി ഫ്യൂൽ എഫിഷ്യൻസി കൂടുതലാണ്. അപ്പോൾ നോർമലി ഇന്നത്തെ ദിവസം ഡ്രൈവ് ചെയ്തപ്പോൾ മാനുവലിൽ ഒരു 16 അതുപോലെ തന്നെ CVTയിൽ ഒരു 14 നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിനെ കുറിച്ചുള്ള ഡ്രൈവ് റിവ്യൂ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഓൾ തിങ്സ് ഓട്ടോ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല നമ്മൾ മാതൃഭൂമി TV ചാനലിലെ ലൈവാണ്. സോ വാഹനം ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ചാനലിൽ കാണാൻ പറ്റും. അത് മാത്രമല്ല നമ്മൾ ക്ലബ് FM എന്ന റേഡിയോ ചാനലിലും ലൈവാണ്. എൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് എല്ലാവർക്കും അറിയുണ്ടാവും, ഓൾ തിങ്സ് ഓട്ടോ ഒഫീഷ്യൽ, അതിലും നമ്മൾ ലൈവാണ്. സോ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് മാക്സിമം ഇൻഫോർമേഷൻസാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഡ്രൈവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ അമേസ് വാങ്ങണം, ഡിസയർ വാങ്ങണം നല്ല കൺഫ്യൂഷ്യസ് ആയിട്ടുള്ള സ്റ്റേജസിൽ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാം.